വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാസം തന്നെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകും. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള ഒരു അണ്ടം പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ്. നാച്ചുറലി ഓവുലേഷൻ നടക്കുന്ന ഒരാൾക്ക്, അതായത് ഓവുലേഷൻ നടക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പീരിയഡ്സ് ഒക്കെ റെഗുലർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തായിരിക്കും. എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് കുഞ്ഞിലോട്ട് വളർച്ചയും അതുപോലെ ഗ്രോത്തും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു വരികയോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കുറയുന്നതോ ഒക്കെയായിരിക്കും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന 2 ടിപ്സ് ആണ് കേട്ടോ ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് സൺഫ്ലവർ സീഡിനെയും അതുപോലെ സെസമി സീഡിനെയും പറ്റിയിട്ടാണ്. നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ പ്രഗ്നന്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കാണുകയും നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് സൺഫ്ലവർ സീഡ്, അതായത് നമ്മുടെ സൂര്യകാന്തി വിത്തും എള്ളും. നമ്മൾ സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവരെ സീഡ് സൈക്ലിംഗിന്റെ ആ ഒരു പ്രോസസ്സിലെ ഫസ്റ്റത്തെ ആ ഒരു ഫേസിൽ, അതായത് നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള സമയത്ത് ഫ്ലാക്സ് സീഡും പംകിൻ സീഡും, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് സൺഫ്ലവർ സീഡും സെസമി സീഡുമാണ് ഉപയോഗിക്കുന്നത്. ഇത് സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവർ ഫോളോ ചെയ്യുന്ന പ്രവർത്തനമാണ്. എന്നാൽ സീഡ് സൈക്ലിംഗ് ചെയ്യാത്തവർക്കും, അതായത് ഇപ്പൊ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരൊന്നും സീഡ് സൈക്ലിംഗ് ഒന്നും ചെയ്യാറില്ല. എല്ലാവരും ഒന്നും സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യാറില്ല. സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യാത്തവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ 2 കാര്യങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോൺ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടും. പിന്നീട് പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ഈ 2 ഹോർമോൺസും ഒരേപോലെ തന്നെ ഇൻക്രീസ് ആയിട്ട് പോകും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നമ്മളുടെ ശരീരത്തിലെ കൃത്യമായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡ് ആവാതിരിക്കുകയും പീരിയഡ്സ് നമുക്ക് വരാതിരിക്കുകയും ചെയ്യുകയുള്ളൂ. ഇതിന് സഹായിക്കുന്ന 2 സീഡ്സ് ആണ്, 2 വിത്തുകളാണ് സൂര്യകാന്തി വിത്തും അതുപോലെ എള്ളും. ഇതിൽ ഒരുപാട് കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് അയൺ, ഫൈബർ, വിറ്റമിൻ എ, വിറ്റമിൻ B1, B6, B9 എന്നീ കാര്യങ്ങൾ ഈ 2 വിത്തുകളിലും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എംബ്രിയോയെ നറിഷ് ചെയ്യാൻ സഹായിക്കുന്ന, അതിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന, അതിന്റെ സെൽ ഡിവിഷനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഏർലി സ്റ്റേജിൽ തന്നെ ആ ഒരു എംബ്രിയോയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഇടവേളകളിൽ നമ്മുടെ യോഗ് സാക്കും ജെസ്റ്റേഷണൽ സാക്കും അതുപോലെ ഹാർട്ട് ബീറ്റും ഗ്രോത്തും ഒക്കെ കുഞ്ഞിനുണ്ടാവുകയുള്ളൂ. ഇതിന്റെയൊക്കെ ഡെഫിഷ്യൻസീസ് ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് പലരുടെയും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നിന്ന് പോവുകയും ഗ്രോത്ത് നിന്ന് പോവുകയും അല്ലെങ്കിൽ എംബ്രിയോ വിസിബിൾ ആകാതെയൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നത്. അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ തിക്കാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എൻഡോമെട്രിയൽ ലൈനിങ് നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ തീർന്ന് എൻഡോമെട്രിയൽ ലൈനിങ് നമുക്ക് ഷെഡ് ആകുമ്പോഴാണ് പീരിയഡ്സ് വരുന്നത്. നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള എഗ്ഗിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാലും അത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ക്വാളിറ്റി ഇല്ല എങ്കിൽ, അതിന്റെ തിക്നെസ് പ്രോപ്പർ അല്ല എങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് നമുക്ക് അവിടെ ഷെഡ് ആകും. നമുക്ക് ആ ഒരു എംബ്രിയോ അങ്ങനെ തന്നെ നമുക്ക് മിസ്കാരേജ് ആയി പോവുകയുമാണ് ചെയ്യുന്നത്. അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കായിട്ട് തന്നെ മുൻപോട്ടേക്ക് പോകണം. അതിന്റെ തിക്നെസ് വർദ്ധിപ്പിക്കാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ 2 വിത്തുകളും. ഇത് നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് PCOD ഉള്ളവർക്കാണെങ്കിലും തൈറോയ്ഡ് ഉള്ളവർക്കാണെങ്കിലും ഓവർ വെയിറ്റ്, അതായത് നമ്മുടെ ഉയരത്തിനേക്കാളും കൂടുതലും നമ്മുടെ പ്രായത്തിനേക്കാളും കൂടുതൽ ശരീരഭാരമുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. PCOD ഉള്ളവർക്കൊക്കെ ആ ഒരു ഈസ്ട്രജൻ ഹോർമോണിന്റെ ഡൊമിനൻസ് ശരീരത്തിൽ കൂടുമ്പോഴേക്കും പെട്ടെന്ന് പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പീരിയഡ്സിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ ഇത് സഹായിക്കും. അതുപോലെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്കും എക്സസ് ആയിട്ട് ഫാറ്റ് ടിഷ്യൂസ് ശരീരത്തിൽ കുമിഞ്ഞു കൂടുമ്പോഴേക്കും ഇതും നിങ്ങളുടെ ആ ഒരു ഇംപ്ലാന്റേഷനൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കാണെങ്കിലും ഈ സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എത്ര ദിവസം ഇത് ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക കേട്ടോ. എന്നാണോ നിങ്ങൾക്ക് ഓവുലേഷൻ കഴിയുന്നത്, ആ ഓവുലേഷൻ കഴിയുന്ന ദിവസം മുതൽ 7 ദിവസം വരെ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതിയാകും. വെറും 7 ദിവസം വരെ മാത്രം. അതായത്
അതായത് ഓവുലേഷന്റെ ദിവസം മുതൽ ആ ഒരു ഓവുലേഷൻ കഴിയുന്ന ഒരു ദിവസം മുതൽ 7 ദിവസം വരെ മാത്രം നിങ്ങളത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഇതിന്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:1. അതായത് 1 ടീസ്പൂൺ സൺഫ്ലവർ സീഡും 1 ടീസ്പൂൺ സെസമി സീഡും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് 1 സ്പൂൺ സൂര്യകാന്തിയുടെയും 1 സ്പൂൺ എള്ളിന്റെ ആ ഒരു പൊടിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് റോസ്റ്റഡ് ആയിട്ട് എടുക്കാം, അതായത് വറുത്ത സൂര്യകാന്തി വിത്ത് നമുക്ക് കിട്ടും, മാർക്കറ്റിൽ അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഉപ്പ് ചേർക്കാത്ത റോസ്റ്റ് ആയിട്ടുള്ള സൺഫ്ലവർ സീഡ് നിങ്ങൾ ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെറുതെ കഴിക്കുക, അല്ലെങ്കിൽ പൊടിച്ചിട്ട് എന്തെങ്കിലും ഷേക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഇടാം, സ്മൂത്തീസിലിടാം, അല്ലെങ്കിൽ ഓട്സിലിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഡയറക്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ എള്ളാണെങ്കിലും എള്ള നമുക്ക് നാച്ചുറൽ ആയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ, അങ്ങനെയും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബെനിഫിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളിത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരു ദിവസം 1 ടീസ്പൂൺ, അതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കേട്ടോ. പിന്നെ ഏത് സമയത്ത് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, അതിനേക്കാളും മുൻപുള്ള സമയത്ത് നിങ്ങളിത് ഉപയോഗിക്കുക. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് ഉപയോഗിക്കുന്നതാണ് കുറേയും കൂടി ഇത് ഡൈജഷൻ നടക്കാനായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. കൃത്യമായിട്ട് ആ ദഹനമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. എല്ലാ ദിവസവും ഏകദേശം കൃത്യം സമയത്ത് തന്നെ നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പൊ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് നിങ്ങളത് എടുക്കുന്നതെങ്കിൽ ആ എല്ലാ ദിവസവും കൃത്യമായിട്ട് ആ ഒരു ടൈം ചാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ബോഡിക്ക് ഇത് യൂസ്ഡ് ആകും. ആ ഒരു സാധനം നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നതുമായിട്ട് ബോഡി കൃത്യമായിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മാസം തന്നെ റിസൾട്ട് കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് വരണമെങ്കിൽ 2 മാസമെങ്കിലും നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ചിലർക്കൊക്കെ ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം അവരൊക്കെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ റിസൾട്ട് കിട്ടും. ഒരുപാട് പേര് ക്ലോസ് വാട്ടർ, അതായത് നമ്മുടെ ഗ്രാമ്പൂ വെള്ളം എടുത്തിട്ട് ചേച്ചി മാജിക്കൽ ഡ്രിങ്ക് ആണ് ചേച്ചി, ആ സമയം തന്നെ പോസിറ്റീവ് ആയെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ 8 മാസം ഫോളോ ചെയ്തിട്ട് പോസിറ്റീവ് ആയെന്ന് പറയുന്നവരുണ്ട്. ഓരോരുത്തരുടെ ശരീരവും ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ക്ഷമയോടുകൂടി കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം മറ്റുള്ള സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യാത്തവർക്കും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.